സ്നേഹമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ലോട്ടറിയെ പറ്റിയാണ്. വളരെ വ്യത്യസ്തമായൊരു സംഭവമാണ്. അതായത് ഏറ്റവും പ്രധാനമായ ലോട്ടറി എന്നത്, ഏറ്റവും വലിയ ഭാഗ്യമെന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. അതായത് അപകടം കൂടാതെ, രോഗം കൂടാതെ നമ്മളെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഏറ്റവും വലിയ ലോട്ടറി. നമ്മൾ ലോട്ടറിയിലേക്ക് കിടക്കാം. അതായത് കേരള ഗവൺമെൻറ് ലോട്ടറി സത്യം തന്നെ. എന്നാൽ അതിനോടൊപ്പം പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ലോട്ടറി എന്ന് പറയുമ്പോൾ പ്രധാനമായി 1 കേരള ഗവൺമെൻറ് ലോട്ടറി, 2 ഏജൻസി, 3 വിൽക്കുന്നവരും. അപ്പോൾ ഇതിനെല്ലാം ഇടയ്ക്ക് ഒരു വ്യക്തിയുണ്ട് മീഡിയേറ്ററായിട്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ 2 തരത്തിലുള്ള ജീവൻ്റെ മൂല്യമുണ്ട്. ഒന്ന് നിത്യത്തിലേക്കുള്ള ജീവൻ്റെ മൂല്യം, മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിൽ സമ്പാദ്യത്തിന് വേണ്ടിയുള്ള ജീവിത മൂല്യം. അപ്പോൾ സമ്പാദ്യത്തിനുള്ള ജീവിത മൂല്യം എന്ന് പറയുമ്പോൾ ലോട്ടറിയിലൂടെ ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തി, ഈ രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു വ്യക്തി ജീവൻ്റെ മൂല്യത്തെ സമ്പാദിക്കുന്ന വ്യക്തികളുണ്ട്. ഈ വ്യക്തികളാണ് പ്രധാനപ്പെട്ടവർ. കളക്ഷൻ എന്ന് പറയും. അത് ജീവൻ്റെ മൂല്യത്തെ സമ്പാദിക്കുന്നവരാണ്. അപ്പോൾ ഈ സമ്പാദിക്കുന്ന മൂല്യങ്ങൾ വേണേ 12 പേർക്കായി വീതിച്ചു കൊടുക്കാൻ പറ്റും. എനർജി ടു എനർജി റിലേഷനിലൂടെ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി കൊടുക്കാനും പറ്റും. അത് വലിയൊരു രഹസ്യമാണ്. അതിനപ്പുറത്ത് നമ്മുടെ ഈ ലോട്ടറിയുടെ കമ്പ്യൂട്ടറുണ്ട്. അതിൽ ഗണിച്ച് വെച്ചാൽ കൃത്യമായിട്ട് 1, 2, 3, 4 വീഴണമെങ്കിൽ ഗണിച്ച് വെച്ചാൽ കൃത്യമായിട്ട് തന്നെ 1, 2, 3, 4 വീഴും. ഇത്തരത്തിലാണ് ലോട്ടറി എല്ലാം ക്രമീകരിക്കുന്നത്. 1, 2 അനുഭവങ്ങൾ ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ ലോട്ടറി എടുക്കാൻ പോയി. അവിടുന്ന് ഒന്നും പ്രൈസൊന്നും കിട്ടിയില്ല. അങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും 14 ദിവസം 10 ദിവസം എനിക്ക് ലോട്ടറി അടിച്ചില്ല. 14 ദിവസം പോയപ്പോഴേക്കും അദ്ദേഹം എന്നെ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ എൻ്റെ ലോട്ടറി കുറച്ചുകൂടെ എടുത്ത് മാറ്റി വെച്ചു. ലോട്ടറി എല്ലാം തീർന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ഞാൻ പോയി മാറി നിന്ന് തിരിച്ചു വന്നപ്പോൾ ലോട്ടറി വീണ്ടും തിരിച്ചു വെക്കുന്നതുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം അദ്ദേഹത്തിന് ലോട്ടറി അടിക്കുന്നില്ല, ഞാൻ ടിക്കറ്റ് എടുക്കുന്നതുകൊണ്ട്. വേറെ സംഭവം കൂടെ പറയാം. ഞാനൊരു ദിവസം കുറച്ച് ദൂരത്ത് പോയിട്ട് ലോട്ടറി എടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ടിക്കറ്റ് എടുത്തു. ഉടനെ ആ ഏജൻസിക്കാരൻ ചോദിച്ചു ഏത് നമ്പർ എടുത്തെന്ന് വേഗം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ എടുത്ത നമ്പറല്ല, അതല്ല എന്താ നമ്പർ ഒന്ന് പറഞ്ഞേ, ഞാൻ കവറിട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ ഇതെല്ലാം സത്യസന്ധമാണെങ്കിൽ ഒന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അർഹതപ്പെട്ടവർ കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മൂല്യത്തെയാണ് കൊടുക്കുന്നത്. 3 തരത്തിൽ കൊടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അർഹതപ്പെട്ടത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഭാഗ്യത്തെ പറ്റി ഞാൻ പറഞ്ഞു. അതിനാൽ നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ ആശ്രയിക്കാതെ ഒരു ടിക്കറ്റ് എടുത്ത് വേണേൽ നമുക്ക് സഹായിക്കാം, അവരുടെ ജീവിത തൊഴിലിനെ സഹായിക്കാം, കുറച്ച് പൈസ ഗവൺമെൻറ് സഹായിക്കാം. അതിനപ്പുറത്ത് കൂടുതൽ വിശ്വസ്തത കാണരുത്. നമ്മൾ അധ്വാനിച്ചുണ്ടാകുന്ന പൈസയ്ക്ക് പ്രാധാന്യം കൊടുക്കുക എന്നാണ് പ്രധാനമായി പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും വലിയ ലോട്ടറി ആയിട്ട് കാണാനും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാകട്ടെ. ഇഷ്ടപ്പെട്ട